താമരശ്ശേരിയിലെ വിവാദമായ ഇറച്ചി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പരിശോധന നടക്കുന്നു. തഹസിൽദാരും മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗങ്ങളുമാണ് പരിശോധനാ സംഘത്തിലുള്ളത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി സരീഷ് പി.കെ. ചേരുകയാണ്. സരീഷ്, കുറേ ദിവസമായി ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. നിലവിൽ പരിശോധന നടക്കുന്നുണ്ട്. ആരൊക്കെയാണ് പരിശോധന നടത്തുന്നുള്ളത്? വർഷങ്ങളായുള്ള പ്രശ്നമാണ് ഈ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കഴിഞ്ഞ ദിവസം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഉടമകൾ ഈ ഹൈക്കോടതിയെ സമീപിക്കുകയും അത് ഉത്തരവിനെ സ്റ്റേ ചെയ്ത് അവർ വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ തുറക്കുന്നതല്ല, മറ്റൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. കാരണം 13-ാം തീയതി കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനു മുന്നോടിയായി ജില്ലാ കളക്ടറോട് ഒരു വിശദമായ റിപ്പോർട്ട് നൽകണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം, അതായത് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ താമരശ്ശേരി തഹസിൽദാർ, അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗങ്ങൾ, ശുചിത്വ മിഷന്റെ അംഗങ്ങൾ, ഈ 3 സമിതിയുടെയും അംഗങ്ങൾ ചേർന്ന് മേഖലയിൽ പരിശോധന നടത്തുന്നത്. കൃത്യമായി എന്താണ് പ്രശ്നം, കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്നും കോഴി മാലിന്യം പുറത്തേക്ക് വന്നിട്ടുണ്ടോ, കൃത്യമായ രീതിയിലാണോ സംസ്കരണം നടക്കുന്നത്, ഏതെങ്കിലും രീതിയിൽ മണം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഉൾപ്പെടെയുള്ള മലിനീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണം കൃത്യമല്ലാത്ത ആയതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഏതെങ്കിലും രീതിയിൽ പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായൊരു റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർക്ക് നൽകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകളുടെ മൊഴി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വിവിധ വെള്ളത്തിന്റെ ഉൾപ്പെടെയുള്ള മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്.